ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അത് നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് അവിടെ കണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഹയർ ാണ് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? അതേപോലെ അതേപോലെ ഈ സ്ക്രീനും കാണാമല്ലോ അല്ലേ? സോ നമുക്ക് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിലേക്ക് പോവാം. അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് കണ്ടത്. അതേപോലെ നമുക്ക് ഇനി സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആണ് നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്ത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോഴാണ്. സോ എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ വന്നാൽ നമുക്ക് എന്താണ് എഫിന്റെ ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന നിങ്ങൾ y is equal to എഫ് ഓഫ് എക്സ് വന്നാൽ നിങ്ങൾ dy by dx കണ്ടുപിടിക്കാനും അത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതേപോലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ, അതാണ് ഓഫ് ഹയർ ഓർഡേഴ്സ് എന്ന് പറയുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഹയർ ഓർഡേഴ്സ്. Partially differentiating dou f by dou x and dou f by dou y, we obtain partial derivatives of second order. So second order partial derivatives എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയ dou f by dou x നെയും അതേപോലെ dou f by dou y യെയും അതിനെ വീണ്ടും dou f by dou y എന്ന് പറയുന്നത് നമുക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനകത്ത് എന്താണ് എക്സും വൈയും ഉണ്ട്, ഫംഗ്ഷൻ ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് വൈയും ആണത്. അതേപോലെ ഡോ എഫ് ബൈ ഡോ വൈ എടുത്താലും അതിനകത്ത് വൈ മാത്രമല്ല, അതിനകത്ത് എക്സും വൈയും ഉണ്ട്. സോ എഗെയിൻ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആ. സോ അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും നമുക്ക് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് കേട്ടോ. സോ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. Dou square f by dou x square is defined as dou by dou x of dou f by dou x. നിങ്ങൾ നോക്കുക, നമ്മൾ സാധാരണ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുള്ളതിനെ നിങ്ങൾ എങ്ങനെ എഴുതും? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ആലോചിച്ച് നോക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുള്ളതിനെ നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് എഴുതുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറും ചെയ്യുന്നത്. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് നിങ്ങൾ ഇപ്പം ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എഴുതുന്ന എങ്ങനെ? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് എഴുതും. അതേപോലെ തന്നെ ഡിക്ക് പകരം ഇവിടെ ഡോ ആന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് തന്നെ എഴുതുന്നത്. താഴത്തും ഡിക്കല്ലല്ലോ സ്ക്വയർ കൊടുക്കുക. സോ അതേപോലെ താഴത്തെ നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എഴുതുന്ന പോലെ തന്നെയാണ് ഇതും എഴുതുന്നത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആകുമ്പോൾ. ഓക്കെ, സോ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഫോം ഈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഡിഫൈൻഡ് ഓർഡറിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് കാണുമ്പോൾ നോക്കുക, ഡിനോമിനേറ്ററിൽ നോക്കുക. ആദ്യം ഏതാണ്? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഡോ സ്ക്വയർ വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ ഏതാണ്? ഡോ എക്സും ഡോ വൈയും. സോ ആ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ആദ്യം ഡോ ബൈ ഡോ എക്സ് ഓഫ്, സോ അതേ ഓർഡറിൽ കൊടുക്കുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്തിന്റെ ഡെറിവേറ്റീവ്? ഡോ എഫ് ബൈ ഡോ വൈ. അതായത് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഈ തേർഡും ഫോർത്തും തമ്മിലുള്ള വ്യത്യാസം അതിന്റെ ഓർഡറിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ആദ്യത്തെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, രണ്ടാമത് വരുമ്പോൾ എന്താണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇത് ആ കാണുന്ന പോലെ തന്നെ എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എടുക്കും? ഡോ ബൈ ഡോ വൈ ഓഫ് വിത്ത് റെസ്പെക്ട് ടു വൈ വേണം ഇവിടെ ആദ്യം കൊടുക്കാൻ. സോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഓക്കെ, നമുക്ക് സാധാരണ ഡെറിവേറ്റീവ്സ് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓർഡർ
ഡെറിവേറ്റീവ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്താണ്? d²y/dx². എന്നാൽ ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഉണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെ രണ്ടെണ്ണം കിട്ടും. ∂f/∂x, ∂f/∂y. ഇനി സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്താൽ എത്ര എണ്ണം വരും? 4 എണ്ണം വരും. ഓക്കെ, സോ അതാണ് അതിന്റെ വ്യത്യാസം. സാധാരണ ഡെറിവേറ്റീവ്സും പാർഷ്യൽ ഡെറിവേറ്റീവ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്. സാധാരണ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒരെണ്ണേ ഉള്ളൂ, അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവും ഒരെണ്ണേ ഉള്ളൂ. എന്നാൽ മോർ ദാൻ വൺ വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് രണ്ടെണ്ണം വരും, അതേപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് 4 എണ്ണം വരും. ഏതൊക്കെയാണത്? ∂2f/∂x², ∂2f/∂y², ∂2f/∂x². ഓക്കെ 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 നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ എല്ലാരും ജോയിൻ ആയില്ലേ? സോ ഇത് 4 എണ്ണമാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, നമുക്ക് ഇതിന് മറ്റ് നൊട്ടേഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു ഈ ∂f/∂x എന്നുള്ളതിനെ fx എന്ന് കൂടി എഴുതും. അതായത് എഫ് സഫിക്സിൽ നമ്മൾ എക്സും കൂടി എഴുതും. അതേപോലെ തന്നെ ∂f/∂y എന്നുള്ളതിനെ fy എന്ന് എഴുതും. എഫിന്റെ സഫിക്സിൽ y എന്ന് എഴുതും. സോ അതേപോലെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനും ആ സിമിലർ നൊട്ടേഷൻസ് ഉണ്ട്. സോ ആ നൊട്ടേഷൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്തുവാണ്. ∂2f/∂x² എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? fxx, അതായത് 2 തവണ x വെച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നു, എഫിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നു, അതേ ഉള്ളൂ. fxx എന്ന് എടുക്കും. അതായത് ഡിനോമിനേറ്ററിൽ എന്താണ്? x² അല്ലേ വന്നിരിക്കുന്നത്. സോ 2 തവണയും നമ്മൾ എന്ത് വെച്ചാണ് എടുക്കുന്നത്? x വെച്ചാണ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ നോക്കിയാലും അറിയാം. ∂2f/∂x² എന്ന് പറഞ്ഞാൽ എന്താ? ∂by∂x of ∂f/∂x. ഡിനോമിനേറ്ററിൽ x² അല്ലേ വരുന്നത്. സോ 2 തവണയും നമ്മൾ x വെച്ച് തന്നെയാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കും? fxx എന്ന് കൊടുക്കും. ഓൾസോ ഇതിനെ ഇങ്ങനെ എഴുതാം, fx² എന്ന് എഴുതാം. അതേപോലെ ∂2f/∂y², സിമിലർലി നമ്മൾ എങ്ങനെ എഴുതും? fyy അല്ലെങ്കിൽ fy² എന്ന് എഴുതാം. ഇനി ∂2f/∂x/∂y എങ്ങനെ എഴുതും? fxy. താഴത്ത് നോക്കുക, ∂x ഉം ∂y അല്ലേ, അതേ ഓർഡറിൽ തന്നെ കൊടുക്കുക, xy വരും. നെക്സ്റ്റ് ∂2f/∂y/∂x എങ്ങനെ എഴുതാം? ഇതേപോലെ ചിന്തിച്ചാൽ fyx എന്ന് എഴുതാം. ഓക്കെ, സോ ഈ നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ള പ്രോബ്ലംസ് മാത്രമാണ് ഇവിടെ വരുന്നത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? ആദ്യം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾ നോക്കുക, ഈ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഡിഫൈൻ ചെയ്തപ്പോൾ എന്താണ്? ഇതിനകത്തെല്ലാം ഓഫ് നമ്മൾ എടുക്കുന്നതിനകത്തെല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ഓൾ ദി, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ട് ഓൾ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫംഗ്ഷൻ f of xy is equal to x²y. സോ എല്ലാ ഫസ്റ്റും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of xy is equal to x²y. സോ 2 വേരിയബിൾസ് എക്സും വൈയും വരുന്നൊരു ഫംഗ്ഷൻ ആണ്. സോ ആദ്യം ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറയുന്നതിനൊപ്പം നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്നത് തന്നെ ഇങ്ങനെ ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്. ഇതെന്ത് ഡെറിവേറ്റീവ് വരുമെന്ന് നിങ്ങൾ ആലോചിക്കുക. സോ അങ്ങനെ പോയാലേ നമുക്കിത് കൊണ്ട് ഗുണമുള്ളൂ. സോ f of xy is equal to x²y എന്ന ഫംഗ്ഷൻ ആണ്. സോ ∂f/∂x, അതായത് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ f വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? കോൺസ്റ്റന്റ്. സോ ഇതിനകത്ത് y കോൺസ്റ്റന്റ്. സോ y ഇൻറ്റു x²ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. സോ 2xy എന്ന് കിട്ടും. നെക്സ്റ്റ് ∂f/∂y കണ്ടുപിടിക്കുകയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? x കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിന്റെ ടേം x² ആണ്. x² കോൺസ്റ്റന്റ് ആണ്. x² ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. സോ x² എന്ന് കിട്ടും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങളത് ഓക്കെ ആണോ? നിങ്ങൾ നോട്ടിലേക്ക് അത് എഴുതിയോ പഠിച്ചോന്ന് എനിക്കറിയില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോഴും? ഓക്കെ, ഒന്ന് രണ്ട് പേരെ പറയുന്നുള്ളൂ. ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ക്ലാസ്സും കൂടെ എടുക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും പറയാം. ഓക്കെ, എനിവേ നമ്മൾ നെക്സ്റ്റ് ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം അത് 4 എണ്ണം ഉണ്ട്. സോ ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ∂2f/∂x² ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ് ബൈ ഡെഫിനിഷൻ. ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതാൻ എളുപ്പമാണല്ലോ, നിങ്ങൾക്കത് മനസ്സിലേക്ക് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഓരോ പ്രാവശ്യം പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ.
സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ്, നമ്മൾ ഡിനോമിനേറ്റർ വെക്കുക, ഡോ എക്സ് സ്ക്വയർ അല്ലേ, സോ രണ്ട് തവണയും എക്സ് വെച്ച് തന്നെയാണ് ചെയ്തത്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ്. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് വരുന്നത്, അത് 2 വേരിയബിൾ ഫംഗ്ഷൻ പോലെയാണ് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം? സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2xy. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ എന്താണ്? y കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണ്? 2y എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു പിന്നുള്ളത് എക്സ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? 1 ആണ് വരുന്നത്. സോ 2y ഇൻറ്റു 1 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 2y. അതായത് ഇവിടെ നമ്മൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ബൈ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഒരു ഫംഗ്ഷൻ വരും. സോ ഇത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുന്ന കേസ് തന്നെ ഇവിടെയും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു ഓഫ് എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സിന്റെ ആണെന്നേ ഉള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും? അതായത് പ്രത്യേകിച്ചൊന്നും ഇല്ല അറിയാൻ. പാർഷ്യൽ ഡെറിവേറ്റീവ് നേരത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു പോകാന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 2y. നെക്സ്റ്റ് ഡോ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ബൈ ഡെഫിനിഷൻ ഇതെങ്ങനെ എഴുതും? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. സോ ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ. സോ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 0. നെക്സ്റ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എങ്ങനെയാണ് എഴുതുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഈസ് എക്സ് സ്ക്വയർ. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ആണ് കോൺസ്റ്റന്റ്, ഇവിടെ വൈയുടെ ടേം ഒന്നും ഇല്ല. സോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? 2x. സോ ആൻസർ ഇസ് 2x. നെക്സ്റ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. സോ ഇതെന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. സോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് 2xy. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ 2x കോൺസ്റ്റന്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1. സോ 2x ഇൻറ്റു 1 2x വരും. ഓക്കെ, സോ ക്ലിയർ ആണോ ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വാല്യൂവേറ്റ് ചെയ്ത്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു തിയറമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് കേട്ടോ. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ നമുക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട തിയറമാണ്. ഓയിലേഴ്സ് തിയറം എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടെ പറയും, മിക്സഡ് ഡെറിവേറ്റീവ് തിയറം. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഇത് അറിയപ്പെടുന്ന പേര് ഓയിലേഴ്സ് തിയറം എന്നാണ്. ഇത് വായിക്കുക ഓയിലർ എന്നാണ് കേട്ടോ. ഓക്കെ, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ, എഫ് എക്സ് വൈ ആൻഡ് എഫ് വൈ എക്സ്. അതായത് ഞാനിപ്പോൾ എഴുതിയത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. നമുക്ക് അത്രയും മറ്റേ ഡോ ഉപയോഗിച്ച് എഴുതുമ്പോൾ നമുക്ക് നീട്ടി വലിച്ച് എഴുതേണ്ടി വരും. പക്ഷേ ഈ നൊട്ടേഷൻ കൊടുത്താൽ നമുക്ക് ഇതിനെ പെട്ടെന്ന് എഴുതി പോകാം. അത്രേ ഉള്ളൂ. സോ ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഇത് നാലും ആർ ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് വൈ. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻഡ് ആയിരിക്കണം, അതായത് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. കൂടാതെ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നോക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിലും വൈയിലും ഒക്കെ ഉള്ള ഓരോ ഫംഗ്ഷൻ പോലെയൊക്കെയാണ് വരിക. സോ ആ ഫംഗ്ഷൻസ് എല്ലാം എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം അറ്റ് എ പോയിന്റ് എക്സ് വൈ ആൻഡ് ഇൻ സം ഓപ്പൺ റീജിയൻ കണ്ടെയ്നിങ് ഇറ്റ്. ഈ പോയിന്റിൽ മാത്രമല്ല, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ റീജിയനിലും, ഒരു സം സ്പേസ്, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനിലും എന്തായിരിക്കണം? ഈ ഫംഗ്ഷൻസ്, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിഫൈൻഡും ആയിരിക്കണം, കൂടാതെ അവിടെ കണ്ടിന്യൂസും ആയിരിക്കണം ആ റീജിയനിൽ. ഓക്കെ, അങ്ങനാണെങ്കിൽ ദെൻ ഈ റിസൾട്ട് പറയുന്ന ഇതാണ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ കണ്ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് വൈ, അതേപോലെ എഫ് വൈ എക്സ് ആണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ മറ്റേ നൊട്ടേഷൻ ഉപയോഗിച്ച് താഴെ എഴുതിയിരിക്കുന്നതാണ് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ എക്സ്. സോ ഓയിലേഴ്സ് തിയറം പറയുന്നത് ഇതേ ഉള്ളൂ. നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ രണ്ട് ഡെറിവേറ്റീവ്സും എഫ് എക്സ് വൈയും എഫ് വൈ എക്സും എപ്പോഴും സെയിം ആയിരിക്കും, പ്രൊവൈഡഡ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. ഈ നാല് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഡിഫൈൻഡും ആയിരിക്കണം, അത് കണ്ടിന്യൂസ്, ആ ഫംഗ്ഷൻസ് ഈ നാല് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസും ആയിരിക്കണം അറ്റ് എ പോയിന്റ്, ജനറൽ പോയിന്റ് എക്സ് വൈ. എക്സ് വൈയിൽ മാത്രമല്ല, ആ എക്സ് വൈയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സം ഓപ്പൺ റീജിയനിൽ കൂടെ ആ പോയിന്റ്സ് ഡിഫൈൻഡും, പോയിന്റ്സ് അല്ല, ഈ ഫംഗ്ഷൻസ് ഡിഫൈൻഡും കണ്ടിന്യൂസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആയിരിക്കും. സോ ഇതല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ കണ്ടിന്യൂറ്റി പോകുന്ന കേസുകളിലാണ്. അതായത് ഈ എഫ് എക്സ് വൈയും എഫ് വൈ എക്സും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ,
കണ്ടിന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല കേട്ടോ. അതാണ് ഓയിലേഴ്സ് തിയറത്തിന്റെ പ്രത്യേകത. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഓയിലേഴ്സ് തിയറം അഥവാ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം ഇതിനെ പറയാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ മിക്സഡ് ഡെറിവേറ്റീവ് അല്ലേ, ഈ ഡെറിവേറ്റീവ്സിനെയാണ് മിക്സഡ് ഡെറിവേറ്റീവ് എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും നമ്മൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിനോമിനേറ്റർ വെക്കുക, ഡോ എക്സ് ഡോ വൈ വരിക. ഇവിടെ ഇപ്പുറത്തും എന്താ വരിക? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. സോ എക്സും വൈയും വെച്ച് രണ്ടിടത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ രണ്ട് ഡെറിവേറ്റീവ്സ് മിക്സഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഓയിലേഴ്സ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, അത് കണ്ടിന്യൂസും ആയിരിക്കണം അറ്റ് എ ഗിവൺ പോയിന്റ് എക്സ് വൈ ആൻഡ് ഇൻ സം ഓപ്പൺ റീജിയൻ കണ്ടെയ്നിങ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും നമുക്ക് എന്താ കിട്ടിയത്? രണ്ടും 2x ആണ് കിട്ടിയത്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഈ 4 ഡെറിവേറ്റീവ്സും 2y 0 2x 2x ഇതല്ലേ 4 ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ കിട്ടിയത്. സോ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 4 ഡെറിവേറ്റീവ്സും ഡിഫൈൻഡ് ആണ്. കൂടാതെ ഇത് 4ഉം കണ്ടിന്യൂസ് അല്ലേ. ഈ 2y 0 2x എന്ന് പറയുന്ന ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഈ കേസിൽ ഈ രണ്ട് മിക്സഡ് ഡെറിവേറ്റീവ്സും ഈക്വൽ ആണ്. ഓയിലേഴ്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടോ? ഓക്കെ, സോ അതാണ് ഓയിലേഴ്സ് തിയറം പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് വെരിഫൈ ഓയിലേഴ്സ് തിയറം ഫോർ എ ഫംഗ്ഷൻ എഫ് ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു തരും. വെരിഫൈ ഓയിലേഴ്സ് തിയറം പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ഡെറിവേറ്റീവ്സും ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം, ഇത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് വെരിഫൈ ഓയിലേഴ്സ് തിയറം എന്ന് ചോദിച്ചാൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ദാറ്റ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ is equal to ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് വേർ എഫ് is equal to എക്സ് റൈസ് ടു വൈ. സോ എഫ് is equal to എക്സ് റൈസ് ടു വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കേസിൽ ഈ രണ്ട് ഡെറിവേറ്റീവ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, വെരിഫൈ ഓയിലേഴ്സ് തിയറം വേർ എഫ് is equal to എന്നും പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് നോക്കാം. given f is equal to x raised to y. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാൻ കുറച്ച് എക്സസൈസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിരുന്നു ആ PDF ൽ. ആ എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ. നിങ്ങൾ സാധാരണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ പവറിലൊക്കെ ഫംഗ്ഷൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോഗരിതം എടുത്തിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡ്. സോ അതേപോലെ എഫ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ, എക്സിന്റെ പവറിലല്ലേ വൈ വരുന്നത്. സോ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ലോഗരിതം എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സോ ഞാൻ ആദ്യം ലോഗരിതം എടുക്കുകയാണ് രണ്ട് സൈഡിലും. സോ ലോഗ് എഫ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു വൈ. ലോഗ് എക്സ് റൈസ് ടു വൈ എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? വൈ ലോഗ് എക്സ്. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ എന്നാണ്. ഓക്കെ, നിങ്ങൾ +2 പഠിക്കുന്ന ഒരു റിസൾട്ട് ആണ്. സോ ലോഗ് എഫ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? വൈ ലോഗ് എക്സ് എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പാർഷ്യലി എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ എന്താണ് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ലോഗ് എഫിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ലോഗ് എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം 1/x ആണ്. സോ ലോഗ് എഫിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/f ഇൻറ്റു എന്തിന്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം? എഫിന്റെ ഡെറിവേറ്റീവ്. കാരണം എഫിനകത്ത് എക്സും ഉണ്ട് വൈയും ഉണ്ട്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ ചെയിൻ റൂളാണ് നമ്മൾ ശരിക്കും ഡിഫറൻസിയേഷന്റെ ചെയിൻ റൂളാണ് ഇവിടെ ശരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ ലോഗ് എഫിന്റെ ഡെറിവേറ്റീവ് 1/f ഇൻറ്റു നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വൈ ലോഗ് എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ വൈ ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/x. ഓക്കെ, സോ ഇതിൽ നിന്ന് ഡോ എഫ് ബൈ ഡോ എക്സ് എഴുതിയ എന്താണ്? എഫ് വെച്ച് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ, സോ എഫ് ഇൻറ്റു വൈ ബൈ എക്സ് എന്ന് കിട്ടും. സോ അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു വൈ. ഈ ഇക്വേഷൻ 1 എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇതേപോലെ 1/f ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. സോ 1/f ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ വൈ ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ലോഗ് എക്സ് കോൺസ്റ്റന്റ്. സോ ലോഗ് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. സോ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഡോ എഫ് ബൈ ഡോ വൈ എഴുതുകയാണ്, എഫിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എഫ് ലോഗ് എക്സ്. സോ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കിട്ടി. ഇതിനകത്ത് എഫ് ഉണ്ട്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം തന്നതിന്റെ എക്സസൈസിൽ കിടപ്പുണ്ടെന്ന്, അവിടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാ. സോ ഇവിടെ എഫിന് നിങ്ങൾ എന്ത് മാറ്റി കൊടുത്താൽ മതി? എഫിന് വീണ്ടും എഫ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു വൈ ആണ്. സോ അവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ എഫിന് എക്സ് റൈസ് ടു വൈ എന്ന് ഈ രണ്ടിടത്തും മാറ്റി കൊടുത്താൽ മതി, നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടി. ഓക്കെ, ഇവിടെ ഞാൻ എഫ് മാറ്റി കൊടുക്കുന്നില്ല. കാരണം സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് എഫ് എന്ന് തന്നെ കിടന്നാലാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അതുകൊണ്ട് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുന്നില്ല, എഫ് എന്ന് തന്നെ കിടക്കട്ടെ. ഞാൻ ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മിക്സഡ് ഡെറിവേറ്റീവ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ അത് ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം.
ആദ്യം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡെഫിനിഷൻ എഴുതുന്നു, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എഫ് ലോഗ് എക്സ്. ഇവിടെ നോക്കുക, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. കാരണം എഫിനകത്തും എക്സ് വരുന്നുണ്ട്, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതേപോലെ ലോഗ് എക്സും എന്താണ്, എക്സിന്റെ ഫംഗ്ഷൻ ആണ്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ലോ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ബൈ എക്സ് പ്ലസ് ലോ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ്. ഈ ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എഫ് ഇൻറ്റു വൈ ബൈ എക്സ്, അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എഫ് ഇൻറ്റു വൈ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ടിടത്തും രണ്ട് ടേംസിലും എഫ് ബൈ എക്സ് ഒന്ന് കോമൺ ആണ്. സോ അത് ഔട്ട് സൈഡ് എടുത്ത് എന്ത് കിട്ടും, എഫ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് ഇവിടെ ഒരു വൈ ഉണ്ട്, വൈ ലോഗ് എക്സ്. ഓക്കെ. Similarly, dou square f by dou y dou x evaluate ചെയ്യാണ്. That is dou by dou y of dou f by dou x. That is dou by dou y of dou f by dou x നമുക്ക് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് f into y by x. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്, എഫിന്റെയും y by x ന്റെയും. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എഫിനകത്തും y ഉണ്ട്, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ അതുകൊണ്ടാണ് എഫ് കോൺസ്റ്റന്റ് ഒന്നും അല്ല, സോ അതുകൊണ്ടാണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. സോ എന്ത് വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് y by x ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ എക്സ് പ്ലസ് ആണ് കേട്ടോ, പ്രോഡക്റ്റ് റൂളിലല്ലേ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ പ്ലസ് ആണ്, ഞാനിവിടെ മൈനസ് എന്നാണ് ഇട്ടിരിക്കുന്നത്, തെറ്റാണ്. സോ ശ്രദ്ധിച്ചോളുക, നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇത് പ്ലസ് ആക്കിക്കോണം. ഓക്കെ. സോ പ്ലസ് എന്താണ്, വൈ ബൈ എക്സ് ഇൻറ്റു എന്ത് വരും, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, സോ ഡോ എഫ് ബൈ ഡോ വൈ. സോ എഫ് ഇൻറ്റു നമുക്ക് നെക്സ്റ്റ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ എക്സ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് അല്ലേ. സോ 1 ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. സോ 1 ബൈ എക്സിനെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. 1 ബൈ എക്സിനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് വരിക, 1 ആണ് വരിക. സോ എഫ് ഇൻറ്റു 1 ബൈ എക്സ് വരും. പ്ലസ് ആണ് കേട്ടോ ഇവിടെ, പ്ലസ് വൈ ബൈ എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഡോ എഫ് ബൈ ഡോ വൈ എഫ് ലോഗ് എക്സ്. സോ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എഫ് ലോഗ് എക്സ്. സോ ഇവിടെയും എന്താണ്, എഫ് ബൈ എക്സ് എന്ന് പറയുന്നത് രണ്ട് ടേംസിലും ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 പ്ലസ് ലോ എക്സ്. ഇത് തന്നെയല്ലേ നമുക്ക് മറ്റേ ക്വാണ്ടിറ്റിയും കിട്ടി, എഫ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ലോഗ് എക്സ്. ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എഫ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എന്താണ് വന്നിരിക്കുന്നത്, വൈ ഉണ്ട്, ഇവിടെ പ്ലസ് ആണ് വരുന്നത്. സോ പ്ലസ്, അതേപോലെ വൈ ഉണ്ട് ഇവിടെ, എഫ് ബൈ എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ. സോ വൈ ലോഗ് എക്സ് എന്നാണ് വരിക. ഓക്കെ. സോ അത് നിങ്ങൾ തിരുത്തിക്കോണം കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, രണ്ട് ഫംഗ്ഷൻസും സെയിം ആയിട്ടാണ് കിട്ടിയത്. ഞാൻ എന്തായാലും ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് PDF ഇടുമ്പോൾ ഞാൻ ഈ മിസ്റ്റേക്ക് മാറ്റിയിട്ടിട്ടോളാം. നിങ്ങൾ എന്തായാലും ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഈ രണ്ട് ഡെറിവേറ്റീവ്സ് എന്താ കിട്ടുക, സെയിം അല്ലേ കിട്ടുക. ഓക്കെ. സോ ക്ലിയർ ആണോ ഈ ചെയ്തത്? ഓക്കെ. സോ നെക്സ്റ്റ്, ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ വേർ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു വൈ ബൈ വൈ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇത്ര ഉള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. സോ ഈ മിക്സഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. വേർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക. എക്സ് വൈ പ്ലസ് ഇ റൈസ് ടു വൈ ബൈ വൈ സ്ക്വയർ പ്ലസ് 1. ഓക്കെ. സോ ആദ്യം ഈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഏത് ഡെറിവേറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക, നിങ്ങളൊന്ന് പറഞ്ഞേ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെയാ മാറ്റി എഴുതാൻ സാധിക്കുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡോ എഫ് ബൈ ഡോ വൈ അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഇവിടെ നോക്കുക. ഓക്കെ, അത് വേണ്ട, ഇവിടെ നോക്കുക. ഡോ സ്ക്വയർ എഫ് ബൈ നമുക്ക് ഡോ എക്സ് ഡോ വൈ അല്ലെ വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യണം, അതിനെങ്ങനെയാ മാറ്റി എഴുതുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. സോ ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ന് പറഞ്ഞെടുക്കണം. സോ ഡോ എഫ് ബൈ ഡോ വൈ ഞാനിവിടെ ഈ ഫംഗ്ഷന്റെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കുക, ഡോ എഫ് ബൈ ഡോ വൈ എങ്ങനെ, ഇവിടെ നിങ്ങൾ നോക്കുക. ഡോ എഫ് ബൈ ഡോ ഞാൻ ഇപ്പൊ ചെയ്തിട്ടില്ല, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എന്ന് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ ഡോ എഫ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയേ, എന്ത് വരും, എക്സ് വൈ പ്ലസ് ഇങ്ങനെയല്ലേ ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. സോ ആദ്യത്തെ ടേമിന്റെ ഡെറിവേറ്റീവ്, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് അവിടെ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും. പ്ലസ് അടുത്ത ടേം നിങ്ങൾ നോക്കുക, രണ്ടും എന്താണ്, വൈയുടെ ഫംഗ്ഷൻസ് തന്നെയാണ്. സോ കോഷ്യൻ രീതിയിലാണ് വന്നിരിക്കുന്നത്, കോഷ്യൻ ഫോമിലാണ്. സോ നമ്മളിവിടെ കോഷ്യൻ ഫോമുല ഓഫ് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഫോമുല അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വളരെ വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും കിട്ടുക. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിലും ഈ
കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പാടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, നിങ്ങൾ ഡോ എഫ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ അറിയാം ഈ ഫംഗ്ഷൻ വൈയുടെ മാത്രമാണ്, ഇവിടെ കോഷ്യന്റ് റൂൾ ഒക്കെ അപ്ലൈ ചെയ്യണം. സോ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. എന്നാൽ ഈ ഫംഗ്ഷന് ഡോ എഫ് ബൈ ഡോ എക്സ് ഞാൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും? ഡോ എഫ് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്താൽ നോക്കുമ്പോൾ തന്നെ അറിയാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ വൈയുടെ ടേംസ് y കോൺസ്റ്റന്റ് ആണ്. സോ ഈ രണ്ടാമത് വരുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒന്ന് 0 എന്ന് കിട്ടും. സോ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് ഞാൻ ആദ്യം ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്യണം. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? y കോൺസ്റ്റന്റ് ആണ്. സോ y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഈ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടും. ഇനി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഇപ്പൊ എനിക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലേ കിട്ടിയത്. സോ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതല്ലേ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. സോ അതെന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ്, ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഡോ എഫ് ബൈ ഡോ എക്സ് വൈ. സോ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഓയിലേഴ്സ് തിയറം വെച്ച് നമുക്ക് എന്ത് കിട്ടും? ബൈ ഓയിലേഴ്സ് തിയറം നമ്മളോട് കണ്ടുപിടിക്കാൻ പോകുന്ന ഡെറിവേറ്റീവ് ഇതായിരുന്നു, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. എന്നാൽ ഓയിലേഴ്സ് തിയറം പറയുന്നത് എന്താണ്? ഈ രണ്ട് ഡെറിവേറ്റീവ്സും ഈക്വൽ ആണ്. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. ഇതിന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയ? 1 ആണ്. സോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്താൽ ഇതുപോലെ വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, സോ ഇപ്പൊ അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല, ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ അങ്ങനെ ചെയ്തിട്ട് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇവാലുവേറ്റ് ചെയ്താലും മതി. കുറച്ച് ഇത് പെട്ടെന്ന് മനസ്സിലായ ടൈം കൺസ്യൂമിങ്, നമുക്ക് ടൈം അങ്ങനെ ഒരുപാട് പോകത്തില്ല. സോ ടൈം സേവ് ചെയ്യാൻ പറ്റും എക്സാമിന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ? ഓക്കെ, വെരിഫൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വെരിഫൈ ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ, where u is equal to y square e raised to x plus x square y cube plus 16. ഓക്കെ, സോ ഇവിടെ തേർഡ് ഡെറിവേറ്റീവ് ആണ്, തേർഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഓർഡർ കണ്ടു, സെക്കൻഡ് ഓർഡർ വരെ ഡിഫൈൻ ചെയ്തുള്ളൂ. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റിനകത്ത് തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വന്നിരിക്കുന്നത്. സോ നമ്മളത് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കതങ്ങ് ചെയ്താൽ മതി. അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഞാൻ പറയാം. സോ ആദ്യം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഇക്വേഷനകത്ത് ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ, സോ ആദ്യത്തെ ഫംഗ്ഷൻ അതല്ലേ. സോ മേളിൽ നോക്കിയാൽ അറിയാം ഡോ ക്യൂബ് യു, അതായത് യുവിനെയാണ് 3 തവണ ഡിഫറൻഷിയേറ്റ്. ഓക്കെ, എന്താണ് ക്ലിയർ ആയില്ല? ജോയിൻ ചെയ്യാനാ? ഓക്കെ, നോക്കട്ടെ. ആരും കാണിക്കുന്നില്ലല്ലോ ഇവന്. ജോയിൻ ആയോ? ആ ജോയിൻ ആയോ നോക്ക് കേട്ടോ, ആരും കാണിക്കുന്നില്ല ഇവിടെ. ഓക്കെ, സോ തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ. സോ ആദ്യം ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡിനോമിനേറ്ററിൽ നോക്കുക, അതായിരിക്കും നല്ലത്. ഡിനോമിനേറ്ററിൽ നോക്കിയാൽ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് എന്താണ്? എക്സ് സ്ക്വയർ 2 തവണ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതിനുശേഷം എന്താണ്? വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം പാർഷ്യലി. സോ ആദ്യം എന്ത് ചെയ്യണം? സോ നമ്മൾ ഇത് ചെയ്തു പോകേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, അതിനുശേഷം അതിനെ വീണ്ടും എക്സ് വെച്ച് 2 തവണ എക്സ് വെച്ച് ചെയ്തിട്ട് പിന്നെ വൈ വെച്ച് ചെയ്തിരിക്കുമല്ലേ. സോ ഇവിടുന്ന് വേണം ഓർഡർ എടുക്കാൻ കേട്ടോ. ഡോ വൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ നിങ്ങൾ റൈറ്റിൽ നിന്ന് വേണം ലെഫ്റ്റിലേക്ക് വരാൻ. അതായത് ഡോ എക്സ് സ്ക്വയർ അല്ലേ വന്നിരിക്കുന്നത്. സോ എക്സ് വെച്ച് 2 തവണ ആദ്യം ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനുശേഷം വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം. സോ ആദ്യം ഞാൻ ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുവാണ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് തന്നിരുന്ന ഫംഗ്ഷൻ. സോ പാർഷ്യലി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ മീൻസ് എന്താണ്? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ വൈ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് അടുത്ത ടേമിൽ വൈ ക്യൂബ് കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, സോ 2x വൈ ക്യൂബ് എന്ന് വരും. ഇനി തേർഡ് ടേം 16 കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. ഇനി വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ഫംഗ്ഷൻ വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ് പ്ലസ് 2x വൈ ക്യൂബ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നോക്കുക വൈ കോൺസ്റ്റന്റ് ആണ്.
സോ വൈ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് പ്ലസ് അടുത്ത ടേമിൽ 2y³ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഇനി നെക്സ്റ്റ്, ഇനി വീണ്ടും ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എങ്ങനെ എഴുതുക? ഡോ ക്യൂബ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ അതാണ്. ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ. ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് എന്ത് വരും? നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ഫംഗ്ഷൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. സോ ഇതിനെയാണ് നമ്മൾ ഡോ ക്യൂബ് യു, നിങ്ങൾ മേളിൽ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ് കിട്ടുക? ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയർ. സോ ഇതിനെയാണ് നമ്മൾ അങ്ങനെ എഴുതുക. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇപ്പോൾ വാല്യൂറ്റ് ചെയ്തിട്ടുണ്ട് വൈ സ്ക്വയർ ഇ റൈസ് ടു എക്സ് പ്ലസ് 2y³. So with respect to y differentiate ചെയ്യുമ്പോൾ x constant ആണ്. So e raised to x is a constant into y squareന്റെ ഡെറിവേറ്റീവ് 2y ആണ് കിട്ടുക. So 2y, okay, 2y e raised to x plus അടുത്ത ടേമിന്റെ എന്ത് വരും? y³ 2 കോൺസ്റ്റന്റ് ആണ്. 2 into y³ ഡെറിവേറ്റീവ് 3y square. So 2y e raised to x plus 6y square എന്ന് കിട്ടും. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്? ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ. സോ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുക, ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ കണ്ടുപിടിക്കാമെങ്കിൽ നോക്കുക, ഡിനോമിനേറ്റർ നോക്കുക, ഡോ എക്സ് സ്ക്വയർ ഡോ വൈ അല്ലേ. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കണം. ഓക്കെ, സോ ആദ്യം ഡോ വൈ വെച്ച് ചെയ്യണം, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം യുവിനെ, അതിനുശേഷം 2 തവണ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം y വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഡോ യു ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടല്ലോ. വിത്ത് റെസ്പെക്ട് ടു വൈ ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. നെക്സ്റ്റ് ടേമിൽ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു y³ ഡെറിവേറ്റീവ് 3y സ്ക്വയർ. 16ന്റെ ഡെറിവേറ്റീവ് 0 വരും. സോ ഇത് കിട്ടും. നെക്സ്റ്റ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ നോക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇപ്പോൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇ റൈസ് ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. അടുത്തത് 3y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. സോ അങ്ങനെയാണ് 6xy സ്ക്വയർ കിട്ടുക. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ എഴുതുന്നു, ഡോ ക്യൂബ് യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ആണ് നമ്മൾ കണ്ടുപിടിച്ച ഫംഗ്ഷൻ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇത് കിട്ടും. നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ രണ്ട് ഫംഗ്ഷൻ എന്താണ് കിട്ടിയത്? ഡോ ക്യൂബ് യു ബൈ ഡോ വൈ ഡോ എക്സ് സ്ക്വയറും 2y ഇ റൈസ് ടു എക്സ് പ്ലസ് 6y സ്ക്വയർ ആണ് കിട്ടിയത്. ഇപ്പൊ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റിയും 2y ഇ റൈസ് ടു എക്സ് പ്ലസ് 6y സ്ക്വയർ ആണ്. സോ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? സംശയമുണ്ടോ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഒന്നുകൂടെ പറയണമെങ്കിലൊക്കെ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If z is equal to e raised to x into x cos y minus y sin y, prove that dou square z by dou x square plus dou square z by dou y square is equal to 0. ഇവിടെ നമുക്ക് z is equal to എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ. ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഫംഗ്ഷനകത്ത് എക്സും വൈയും ഉണ്ട്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? ഡോ സ്ക്വയർ z by dou x square, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഡോ സ്ക്വയർ z by dou x square ഉം ഡോ സ്ക്വയർ z by dou y square ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ സം 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ആദ്യം ഡോ z by dou x ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? ഇവിടെ നോക്കിയാൽ അറിയാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. എന്തിന്റെയൊക്കെയാണ്? ഇ റൈസ് ടു എക്സിന്റെയും എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് ആണ്. രണ്ടിനകത്തും എക്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇ റൈസ് ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആയ എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. സോ എന്ത് വരും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ കോസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അടുത്ത ടേമിനകത്ത് എന്താണ്? വൈ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും. സോ കോസ് വൈ മാത്രമേ വരുള്ളൂ. പ്ലസ് എന്ത് വരും? എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇ റൈസ് ടു എക്സ് തന്നെ. സോ ഇ റൈസ് ടു എക്സ് രണ്ട് ടേമിലും ഉണ്ട്. അത് കോമൺ ആയിട്ട് എടുക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ച് എഴുതുക. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ. ഇനി ഡോ z ബൈ ഡോ എക്സ് കിട്ടി. ഇനി ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ z ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇപ്പൊ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
സോ ഇവിടെയും പ്രോഡക്റ്റ് ഓഫ് രണ്ട് ഫംഗ്ഷൻസ് ആണ്. രണ്ട് ഫംഗ്ഷനകത്തും എക്സ് വരുന്നുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട്. സോ രണ്ട് ഫംഗ്ഷനകത്തും എക്സ് വരുന്നുണ്ട്. സോ അഗൈൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് നിങ്ങൾ നോക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ കോസ് വൈയുടെ ഡെറിവേറ്റീവ് 0 വരും. അടുത്ത ടേമിൽ കോസ് വൈ കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ കോസ് വൈ എന്ന് വരും. അടുത്ത ടേമിൽ y മാത്രമേ ഉള്ളൂ. സോ അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. സോ മൈനസ് 0 പ്ലസ് എന്താണ് ഈ കോസ് വൈ പ്ലസ് എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ആദ്യത്തെ ടേമിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ വരുന്നുണ്ട്. പിന്നെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇവിടെയും. സോ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതാം. സോ ഇതിനകത്ത് കോസ് വൈ പ്ലസ് കോസ് വൈ വരുന്നുണ്ട്. സോ അതുകൊണ്ട് എന്ത് വരും? 2 കോസ് വൈ എന്ന് വരും. പ്ലസ് എന്തും കൂടെ വരും? എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ. സോ ഇതാണ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. സിമിലർലി ഡോ ഇസഡ് ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എന്താണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് എന്ന രീതി വന്നിരിക്കുക. പക്ഷേ ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് അല്ലേ. സോ അതുകൊണ്ട് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഔട്ട് സൈഡ് എടുക്കാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എന്ത് മാത്രം ചെയ്താൽ മതി? എക്സ് കോസ് വൈ മൈനസ് വൈ സൈൻ വൈ. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? കാരണം ഇ റൈസ് ടു എക്സ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. ഇനി ഡോ ബൈ ഡോ വൈ ഓഫ് എടുക്കുന്ന നേരത്ത് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ മൈനസ് ഓഫ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വൈ സൈൻ വൈ എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. സോ അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. രണ്ടും വൈയുടെ ഫംഗ്ഷൻസ് തന്നെയാണ്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. മൈനസ് ഓഫ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ കോസ് വൈ ആണ് പ്ലസ് സൈൻ വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. സോ അങ്ങനെയാണ് ഇത് വന്നത്. സോ ഇ റൈസ് ടു എക്സിന്റെ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് എക്സ് സൈൻ വൈ മൈനസ് വൈ കോസ് വൈ മൈനസ് സൈൻ വൈ എന്ന് കിട്ടും. ഇനി ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഗെയിൻ ഇവിടെയും എന്താണ്? ഈ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ബ്രാക്കറ്റിലുള്ള ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് എക്സ് ഇൻറ്റു എന്ത് വരും? സോ മൈനസ് എക്സ് ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ മൈനസ് ഓഫ് ഈ വൈ കോസ് വൈ ഇവിടെ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ അതുകൊണ്ടാണ് മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ പ്ലസ് കോസ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ഇനി മൈനസ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ കോസ് വൈ ആണ്. സോ മൈനസ് കോസ് വൈ വരും. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്ത് വരും? മൈനസ് എക്സ് കോസ് വൈ പ്ലസ് വൈ സൈൻ വൈ മൈനസ് കോസ് വൈ മൈനസ് കോസ് വൈ. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു മൈനസ് എക്സ് കോസ് വൈ പ്ലസ് വൈ സൈൻ വൈ മൈനസ് 2 കോസ് വൈ എന്ന് വരും. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ സം എടുക്കുമ്പോൾ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ രണ്ടിന്റെ സം എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് അങ്ങനെ എഴുതാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഈ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ നിങ്ങൾക്ക് കിട്ടിയത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞാണ് ബ്രാക്കറ്റിൽ ഒരു സം ഫംഗ്ഷൻ. ഇവിടെ ഇപ്പം നിങ്ങൾ ചെയ്ത് കിട്ടിയപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് കോമൺ എടുത്തിട്ട് ബാക്കി എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷനകത്ത് വരുന്ന ഇതൊക്കെയായിരുന്നു 2 കോസ് വൈ പ്ലസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ വൈ. ഇനി സെക്കൻഡ് ഫംഗ്ഷന്റെ ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേം ഇതാണ് മൈനസ് എക്സ് കോസ് വൈ പ്ലസ് വൈ സൈൻ വൈ മൈനസ് 2 കോസ് വൈ. നിങ്ങൾ നോക്കിയാൽ അറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റിലെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 0 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് സെഡ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഒരു പുതിയ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ. സോ നോക്കുക. ഇഫ് സെഡ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് പ്രൂവ് ദാറ്റ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ. സോ ആദ്യം പാർഷ്യൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്? ഇവിടെ ചെയിൻ റൂൾ ആണ് ശരിക്കും അപ്ലൈ ചെയ്യുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ അതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 ബൈ 1 പ്ലസ് വൈ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് ചെയ്യണം? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സിനകത്തുള്ള ആ വാല്യൂവിന്റെ ഡെറിവേറ്റീവ് വൈ ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ. സോ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ബൈ എക്സ്. സോ ചെയിൻ റൂൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു
എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ബൈ എക്സിൽ എന്താണ് y കോൺസ്റ്റന്റ് ആണ്. സോ y ഇൻറ്റു 1/x-ന്റെ ഡെറിവേറ്റീവ് എന്താണ് -1/x². സോ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പിൽ 1 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം x² + y²/x² ഇൻറ്റു -y/x². സോ ഈ x² ഗെറ്റ് ക്യാൻസൽ. സോ -y/x² + y² എന്ന് കിട്ടും. നെക്സ്റ്റ് ഡോ² z/x² കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് ഡോ/x ഓഫ് z/x. ദാറ്റ് ഈസ് ഡോ/x ഓഫ് ഇപ്പൊ കിട്ടിയ വാല്യൂ -y/x² + y². ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അങ്ങനെ ചെയ്തും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ചെയ്തിരിക്കുന്ന വേറൊരു രീതിയിലാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ -y എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലേ. സോ ഞാൻ -y ഔട്ട് സൈഡ് എടുക്കുകയാണ്. സോ -y ഇൻറ്റു എനിക്ക് എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് ഓഫ് എന്ത് മാത്രം എടുത്താൽ മതി 1/x² + y². സോ 1/x-ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നത് -1/x². സോ അതുപോലെ ഞാൻ ഇതിന്റെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാണ്. സോ -y കോൺസ്റ്റന്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. 1/x² + y²ന്റെ ഡെറിവേറ്റീവ് 1/x-ന്റെ ഡെറിവേറ്റീവ് എനിക്കറിയാം -1/x². സോ 1/x² + y²ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം -1/x² + y² ദ ഹോൾ സ്ക്വയർ. ഇനി ഇൻറ്റു എന്നും കൂടെ ചെയ്യണം ഡോ/x ഓഫ് ഈ ഫംഗ്ഷന്റെ ഡോ/x ഓഫ് x² + y². So that is equal to minus plus ആവും. So y/x² + y² the whole square into with respect to x differentiate ചെയ്ത് എന്താണ് x²ന്റെ ഡെറിവേറ്റീവ് 2x y²ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. So into 2x that is 2xy/x² + y². സോ ഈ ഫംഗ്ഷനെ -y/x² + y² ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്താലും മതി, സെയിം ആൻസറേ വരുള്ളൂ. ഓക്കെ, സോ അത് കണ്ടുപിടിച്ചു. ഡോ² z/x². ഇനി ഡോ² z/y² കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം dou/y. ദാറ്റ് ഈസ് ഡോ/y ഓഫ് tan ഇൻവേഴ്സ് y/x. tan ഇൻവേഴ്സ് സംതിങ്ങിന്റെ ഡെറിവേറ്റീവ് 1/1 + സംതിങ് സ്ക്വയർ ആണ്. സോ 1/1 + y/x² ഇൻറ്റു ഡോ/y ഓഫ് y/x. ദാറ്റ് ഈസ് 1/. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം x² + y²/x² ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 1/x കോൺസ്റ്റന്റ് ആണ്. സോ 1/x ഇൻറ്റു y-യുടെ ഡെറിവേറ്റീവ് 1. ഇവിടെ x² x തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡിനോമിനേറ്ററിൽ ഒരു x വരുന്നുള്ളൂ. സോ 1 ഈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. സോ ദാറ്റ് ഈസ് എന്താവും x/x² + y² എന്നാവും. ഓക്കെ, ഡോ² z/y² ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ/y ഓഫ് z/y. ദാറ്റ് ഈസ് ഡോ/y ഓഫ് ഇപ്പൊ കിട്ടിയ വാല്യൂ x/x² + y². ഇവിടെ നിങ്ങൾക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ x എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. സോ x ഔട്ട് സൈഡ് എടുക്കുന്നു, x ഇൻറ്റു ഇനി എന്താണ് 1/x² + y²ന്റെ ഡെറിവേറ്റീവ്. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം 1/x-ന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. സോ -1 ഈ ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ x² + y² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തും കൂടി ചെയ്യണം ഡോ/y ഓഫ് x² + y². So that is -x/x² + y² the whole square into x²ന്റെ ഡെറിവേറ്റീവ് 0 വരും, y²ന്റെ ഡെറിവേറ്റീവ് 2y ആണ്. സോ ഇത് എന്ത് വരും -2xy/x² + y² the whole square. സോ ഡോ² z/x² + ഡോ² z/y². രണ്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ രണ്ടും എന്താണ് ക്യാൻസൽ ചെയ്ത് പോകും, 0 കിട്ടും. സോ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഈ ക്വാണ്ടിറ്റി 0 ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ? Okay, last question നോക്കാം. Find all first and second order partial derivatives of the function f of xy is equal to x cos y plus y e raised to x. എല്ലാ ഫസ്റ്റും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, ഡോ/f/x കണ്ടുപിടിക്കുകയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫംഗ്ഷനിലേക്ക് നോക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് y കോൺസ്റ്റന്റ് അല്ലേ. സോ കോസ് y ഇവിടെ കോൺസ്റ്റന്റ് ആണ്. കോസ് y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും. സോ അങ്ങനെയാണ് കോസ് y ഇൻറ്റു 1 കോസ് y. പ്ലസ് അടുത്തതിനകത്ത് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. സോ പ്ലസ് y ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും ഇ റൈസ് ടു എക്സ്. സോ അങ്ങനെയാണ് ഡോ/f/x കോസ് y പ്ലസ് y ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് അടുത്ത എല്ലാ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വാല്യൂറ്റ് ചെയ്യാനാണ്. സോ അടുത്ത ഡോ/f/y നെക്സ്റ്റ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വാല്യൂറ്റ് ചെയ്യണം. ഡോ/f/y വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് അല്ലേ. സോ എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും മൈനസ് സൈൻ y പ്ലസ് അടുത്ത ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. സോ പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ഇത് എന്ത് കിട്ടും മൈനസ് എക്സ് സൈൻ y പ്ലസ് ഇ റൈസ് ടു എക്സ്. നെക്സ്റ്റ് ഡോ²f/x² കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡോ/x ഓഫ് ഡോ/f/x. ഡോ/f/x നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോസ് y പ്ലസ് y ഇ റൈസ് ടു എക്സ്. സോ ദാറ്റ് ഈസ് ഡോ/x ഓഫ് കോസ് y പ്ലസ് y ഇ റൈസ് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. സോ കോസ് വൈയുടെ ഡെറിവേറ്റീവ് 0 പ്ലസ് അടുത്തതിനകത്ത് y കോൺസ്റ്റന്റ് y ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. സോ ദാറ്റ് ഈസ് y ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഡോ²f/y². ദാറ്റ് ഈസ് ഡോ/y ഓഫ് എന്താണ് ഡോ/f/y. ഡോ/f/y ഈസ് എന്താണ് മൈനസ് എക്സ് സൈൻ y പ്ലസ് ഇ റൈസ് ടു എക്സ്.
So with respect to y differentiate ചെയ്യുമ്പോൾ x constant ആണ്. So ഇവിടെ minus x is a constant into sin y യുടെ derivative cos y plus e raised to x constant ആണ്. Function of x അല്ലേ. So അതിന്റെ derivative 0. So that is minus x cos y എന്ന് കിട്ടും. അടുത്ത dou square f by dou x dou y കണ്ടുപിടിക്കണം. So that is dou by dou x of dou f by dou y. That is dou by dou x of dou f by dou y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. So അത് substitute ചെയ്യുന്നു. With respect to x differentiate ചെയ്യുമ്പോൾ minus sin y ഇവിടെ constant. Minus sin y into x ന്റെ derivative 1 plus e raised to x ന്റെ derivative e raised to x. So minus sin y plus e raised to x എന്ന് കിട്ടും. ഇനി അടുത്ത dou square f by dou x evaluate ചെയ്താൽ dou by dou y of dou f by dou x. That is dou by dou y of dou f by dou x നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് substitute ചെയ്യുന്നു. So with respect to y differentiate ചെയ്യുമ്പോൾ cos y യുടെ derivative minus sin y plus with respect to y അല്ലേ differentiate. So e raised to x constant ആണ് into y യുടെ derivative 1. So minus sin y plus e raised to x എന്ന് കിട്ടും. സോ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടോ ഇത്രയും പ്രോബ്ലംസ് താഴത്ത് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്തു നോക്കണം. ഇനി താഴത്തേക്ക് ഈ ഗൈഡിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ ടെക്സ്റ്റിലെ എക്സസൈസ് ആണ്. അത് നിങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ ചെയ്തു നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു നോക്കുക. മൊത്തം ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന റിട്ടേൺ ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കണം കേട്ടോ. ഫൈൻഡ് ഓൾ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഈ 4 ഫംഗ്ഷന്റെയും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർ 1 and 2. ഇതിനകത്ത് വന്നിരിക്കുന്ന 1 and 2 ആദ്യത്തെ 2 ഫംഗ്ഷന്റെ കേസിൽ ഈ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യന്റെ കേസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ 4 വെരിഫൈ ദാറ്റ് ഇത് എഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് വൈ എക്സ്. ഈ രണ്ട് മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതായത് വെരിഫൈ ഓയിലേഴ്സ് തിയറം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, നാലാമത്തെ ക്വസ്റ്റ്യന്റെ കേസിൽ. സോ ഇത്രയും ചെയ്തു നോക്കുക. ഈ എക്സസൈസ് വരുന്നത് നിങ്ങളുടെ ഗൈഡിൽ നിന്നൊന്നുമല്ല, നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിന്റെ എക്സസൈസിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നതാണ്. പ്രിസ്ക്രൈബ് ടെക്സ്റ്റിന്റെ എക്സസൈസിൽ വരുന്നതാണ് കൂടുതലും ക്വസ്റ്റിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ ഞാൻ എഴുതിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ.